അങ്ങനെ കാർത്തിക വിളക്ക് ഒരുക്കാൻ തുടങ്ങുന്നത് ഈ സാധനങ്ങളൊക്കെ പുഴുങ്ങിക്കൊണ്ടാണ് കേട്ടോ. ചേമ്പ്, ചേന, കാച്ചില്, ചീനി, മധുരക്കിഴങ്ങ് ഇതെല്ലാം പുഴുങ്ങി വെച്ചിട്ട് വൈകിട്ടത്തെ വിളക്ക് ഒരുക്കാൻ പോവുകയാണ്. അങ്ങനെ എല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ വർഷവും കാർത്തിക ആഘോഷിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച ചട്ടി തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ അതിൽ പൊട്ടിയതും വിള്ളൽ വീണ ചട്ടികളും മൂട്ടയുള്ളതൊന്നും എടുക്കരുത്, അത് അത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ നല്ല ചട്ടികളൊക്കെ നോക്കി എടുത്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് എണ്ണയൊഴിച്ച് തിരിയിട്ട് എല്ലാം റെഡിയാക്കി വെക്കുക. പണ്ടൊക്കെ കാർത്തിക ദീപം തെളിയിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ആചാരമായിരുന്നു. എൻ്റെ കൊച്ചിലേക്ക് ഞങ്ങൾ ഒരുപാട് ആഘോഷിച്ചിട്ടുള്ളതാണ് കാർത്തിക ദീപാവലിയൊക്കെ. കാർത്തികയാണെങ്കിൽ മൂപ്പരെ വിളിച്ചിട്ട് നമ്മുടെ തെങ്ങിൽ നിന്ന് തേങ്ങയും കരിക്കൊക്കെ അടത്തി ഇടിപ്പിക്കും. എന്നിട്ട് ഒരു കരിക്കും നമ്മൾ വെച്ച് നിവേദിക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ കൊതുമ്പും ചൂട്ടൊക്കെ വെച്ചിട്ട് ഒരു കമ്പിൽ കെട്ടിയിട്ട് ഹരിയോര അല്ലെങ്കിൽ അരിയോര എന്ന് വിളിച്ചിട്ട് നമ്മൾ വീടിൻ്റെ 4 സൈഡിലും കൊണ്ട് കുത്തിവെക്കും. എന്തിനാണ് ഈ കാർത്തിക ദീപം തെളിയിക്കുന്നതെന്ന് അറിയാവോ? ഭഗവാൻ കാർത്തികേയൻ അഥവാ മുരുകന്റെ ജന്മദിവസമാണ്. ഇതിന് പിന്നിലൊരു കഥയുണ്ട്. എന്താന്ന് വെച്ചാൽ പണ്ടൊരു ദിവസം ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ആരാണ് പരമാധികാരം എന്നതിനെ ചൊല്ലി ഒരു തർക്കം ഉണ്ടായി. ആ തർക്കവും കൂടിയപ്പോൾ ഇവരുടെ ഇടയ്ക്ക് ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തൻ്റെ കാലടികളോ മുടിയോ ആരാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് അവർക്കാണ് ഏറ്റവും വലിയ ശക്തിയെന്ന്. ഇങ്ങനെ പറഞ്ഞിട്ട് ശിവഭഗവാൻ അപ്രത്യക്ഷനായി. അപ്പോൾ തന്നെ മഹാവിഷ്ണു വരാഹാവതാരം എടുത്തിട്ട് ഭൂമിയെ തുറന്ന് തിരച്ചിൽ ആരംഭിച്ചു. യുഗങ്ങൾ കഴിഞ്ഞിട്ടും കാലടികൾ കാണാൻ പറ്റാത്തതിനെ തുടർന്ന് ഇദ്ദേഹം തിരിച്ചു വന്നു. അപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തെന്ന് അറിയണ്ടേ? ബ്രഹ്മാവ് തൻ്റെ അരയന്നത്തിൽ കയറി മുടി തിരഞ്ഞ് എല്ലാ ലോകങ്ങളിലും പോയി. ഭഗവാന്റെ മുടി തിരഞ്ഞു നടന്നപ്പോൾ തിരുജടയിൽ നിന്നും യുഗങ്ങളായി താഴോട്ട് വരികയായിരുന്ന കൈതപ്പൂവിനെ കണ്ട് ഭഗവാന്റെ തിരുമുടി കണ്ടുപിടിക്കുന്നത് അസാധ്യമെന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം ശിവഭഗവാന്റെ മുന്നിലെത്തിയിട്ട് താൻ ഭഗവാന്റെ തിരുമുടി കണ്ടെത്തിയെന്നും കൈതപ്പൂ സാക്ഷിയാണെന്നും കള്ളം പറഞ്ഞു. ഈ നുണ കേട്ട ശിവഭഗവാന് ഭയങ്കര കോപമുണ്ടായിട്ട് ഭഗവാന്റെ കണ്ണുകളിൽ നിന്ന് 6 ജ്വാലകളുണ്ടായി. ഈ 6 ജ്വാലകൾ 6 കുഞ്ഞുങ്ങളായി മാറി. ഈ 6 കുഞ്ഞുങ്ങളെ 6 കന്യകമാർ അഥവാ കൃതികാദേവികൾ അവതാരമെടുത്ത് അവരെ പരിപാലിച്ചു. ഈ ദിവസം മുരുകന്റെ 6 രൂപങ്ങളെയും പാർവതി ദേവി ഒന്നിപ്പിച്ച് ഒരു രൂപത്തിൽ മുരുകനെ പ്രസവിച്ചു.